ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും മസാലയ്ക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഫേസ് ഹെയർ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യാം, നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ എന്നെ കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, നിൻ്റെ ഫേസിൽ അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഹെയർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട്സിൽ മിക്കവർക്കും ഉള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെമഡിയാണ് പറയുന്നത്. ഒരു 10 മിനിറ്റ്സിൽ താഴെയുള്ള ഒരു ഹോം റെമഡി. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല വിസിബിളായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞാൽ ഇത് 100% നാച്ചുറലായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബേസിൻ പൗഡറാണ്, അഥവാ നമ്മുടെ കടലമാവ് വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ഫേസിലുള്ള എല്ലാ ഡേർട്ട് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പോകാനായിട്ടും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ കടലമാവ്. അതുപോലെ സൺ ടാൻ വന്നിട്ടുള്ള അങ്ങനെ ആക്നെ മോക്സ് ഒക്കെ വന്നിട്ടുള്ള ഒക്കെ പോകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നൊരു കാര്യമാണ് ബേസൻ അല്ലെങ്കിൽ നമ്മുടെ കടലമാവ്. അത് 2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഓഫ് ടേമറിക്കാണ്. ടേമറിക് അറിയാലോ, ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള വളരെ സ്കിന്നിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മഞ്ഞപ്പൊടി അതല്ല വാങ്ങിക്കൽ ടേമറിക് പൗഡർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ നമ്മൾ കറിയിലൊന്നും യൂസ് ചെയ്യുന്ന ടേമറിക് അല്ല കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടേമറിക്കിന് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ അതായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 to 4 ടീസ്പൂൺ ഓഫ് മിൽക്ക് വേണം. അതേപോലെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, അതേപോലെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, നമ്മുടെ നല്ല എന്താ പറയുക നാടൻ വെളിച്ചെണ്ണ വേണം. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മിക്സായിട്ട് എടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അൺറൈസും അതുപോലെ തന്നെ ഐബ്രോസും മാറിയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ, കണ്ണിൻ്റെ താഴെയും ഐബ്രോസും വിട്ടിട്ടുള്ള ബാക്കി നമ്മുടെ ഫേസിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളിടത്തെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് വെക്കാം. പിന്നെ ഇത് ഒരു 10 മിനിറ്റ്സിന് ശേഷം, അതായത് 10 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങും. അപ്പം നമ്മൾ പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇതൊരു ലൈറ്റ് കോംപ്ലക്ഷൻ, നമ്മുടെ ഫേസിൻ്റെ ഒരു കളർ കൂട്ടാനായിട്ടും സഹായിക്കുന്നു. അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ, അതുപോലെ ആക്നെ മാർക്ക് അങ്ങനെ വന്നിട്ടുള്ളതൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പാടുകളൊക്കെ മാറാനായിട്ടും നമ്മളെ സഹായിക്കുന്നു. പിന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലീച്ചും കൂടെ, നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ ഇതിലെല്ലാമണം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചും കൂടെയാണ്. ആ ഒരു പ്രോപ്പർട്ടീസും കൂടെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ 2 പ്രാവശ്യം നമുക്കൊരു മന്ത്ലി ട്വൈസ് നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേഷ്യൽ ഹെയർസ് നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്ന് കുറച്ച് ബ്രൈറ്റൻ ആവാനായിട്ടും സഹായിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്തൊരു നല്ല കണ്ടൻറ്റായിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.